വാടകയ്ക്ക് എടുത്തിട്ട് കൊളാക്കാൻ തന്നോ. ഭയങ്കര മധുരം. നമ്മളന്ന് മീൻ മേടിക്കാൻ പോയ സ്ഥലം പാടി പാടി നടുക്കിട്ട്. അതിൽ തന്നെ മിക്കി മൗസി കയറ്റണേ. എന്താ ഞാൻ കൊച്ചല്ലേ, ഞാൻ കയറിയാത് പൊളിഞ്ഞു വീഴും. അത്രയ്ക്കൊന്നും ഇല്ല. ഫോൺ വീണ എടുക്കാൻ പറ്റുമോ? കളിക്ക് കളിക്ക് ഗൈസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനും ഏട്ടനോട് എങ്ങോട്ട് പോകാണെന്ന് ചോദിച്ചാൽ ഇൻട്രോയിൽ കണ്ട വീഡിയോ ആയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങളുടെ നാട്ടിൽ പവിത്രേശ്വര അമ്പലത്തിൽ സപ്താഹം നടക്കുന്ന ദിവസമായിരിക്കണം. അപ്പം ഈ വീഡിയോ കാണുന്ന എൻ്റെ നാട്ടുകാർ കരുതും എത്ര നാൾ മുന്നേ എടുത്ത വീഡിയോ ആണിതെന്ന്. അതെ, കുറേ നാളായി, അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചതേ ഉള്ളൂ. അപ്പോൾ അന്ന് അമ്പലത്തിൽ സപ്താഹമായിരുന്നു. സപ്താഹത്തിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഈ ക്യൂ എന്ന് പറയുന്നത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതെന്നറിയാമോ? അപ്പം ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിന്ന് സദ്യ ഉണ്ണാൻ പോവുകയാണ്. അപ്പോൾ ഏട്ടൻ അന്ന് വീട്ടിലുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനായിട്ട് അമ്പലത്തിലോട്ട് പോയത്. അമ്പലത്തിൽ അന്നദാനം നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ക്യൂ ഇങ്ങനെ പതുക്കെ നീങ്ങി 2:15 സമയം. അങ്ങനെ ഞങ്ങൾ ആ ക്യൂവിൽ നിന്ന് എടുത്ത തീരുമാനമാണ് നമുക്ക് ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആകുമ്പം വെയിലൊന്ന് താഴുമ്പം എവിടെയെങ്കിലും പോവാമെന്ന്. അപ്പോൾ അമ്പലത്തിൽ സപ്താഹം പോയോണ്ട് ഫുഡും കഴിച്ചു, വൈകിട്ടത്തെ ട്രിപ്പും അങ്ങ് പ്ലാൻ ചെയ്തു. അപ്പോൾ വൈകിട്ട് ചുമ്മാ ഇങ്ങോട്ടെല്ലാം ഇറങ്ങാം, എന്തെങ്കിലുമൊക്കെ കഴിക്കാം, എന്നിട്ട് തിരിച്ചു വരാം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. സപ്താഹം ആണെങ്കിലും ഉത്സവത്തിനണക്ക് ബലൂണും അതുപോലെ ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു. സപ്താഹത്തിന് ചോറി മാത്രമല്ല കേട്ടോ, ഈ ഐസ്ക്രീം വണ്ടിയിൽ എൻ്റെ ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഏറ്റില്ല, ഏട്ടൻ മേടിച്ചു തന്നില്ല. അങ്ങനെ എന്തായാലും തിരക്കി നീങ്ങി നിറങ്ങിയതാണ്ട് നമ്മുടെ ക്യൂ അനങ്ങി പോകുന്നുണ്ട്. ഭയങ്കര പാടായിരുന്നു കേട്ടോ. നട്ട വെയിലത്ത് നിന്ന് ഊപ്പാട് പറ്റിയാണ് നമ്മുടെ കയ്യിൽ ചോറും കറിയൊക്കെ കിട്ടിയത്. അങ്ങനെ എന്തായാലും ഇത്രയും അടുത്തൊക്കെ എത്തിയപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. ചോറ് വിളമ്പുന്ന ഇപ്പം കാണാം. അങ്ങനെ നമ്മുടെ ചോറും സാമ്പാറും തോരനും അവിയലും പിന്നെന്തോ പച്ചടി, അച്ചാർ, പ്രഥമൻ, ഇത്രയും സാധനങ്ങൾ കൈ കിട്ടി. ഏട്ടൻ അവിടെ നല്ല പോലെ തട്ടുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു റെസ്റ്റൊക്കെ എടുത്ത് ഞാനും ഏട്ടനും കൂടെ വൈകിട്ടാ, സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല, വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കക്കടെ വാടകയ്ക്ക് എടുത്തിട്ട് കൊളാക്കാൻ തന്നോ. അപ്പോൾ നമ്മുടെ കൂടെ ഷാമണ്ണും ഉണ്ട്. ഞങ്ങൾ 3 പേരോടാണ് കൊല്ലത്തോട്ട് പോകുന്നത്. ഒട്ടും പ്ലാൻ ചെയ്ത ട്രിപ്പല്ലായിരുന്നു കേട്ടോ. ഏട്ടൻ അമ്പലത്തിൽ വന്നപ്പോൾ എന്നാൽ പിന്നെ ഷാമണ്ണനെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാമണ്ണനെ വിളിച്ചപ്പോൾ വീട്ടിലുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരോട് ഇറങ്ങിയതാണ്. എങ്ങോട്ട് പോകണമെന്നൊന്നും ഈ നിമിഷം വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ ഇങ്ങോട്ട് പോയാലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ താണ്ട് ഇതൊന്നും ആലോചിച്ച് നോക്കിയാൽ സ്റ്റുഡിയോ ഒന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഞങ്ങൾ കൊല്ലത്തോട്ട് പോകുമ്പോൾ സ്റ്റുഡിയോ ഒക്കെ ഇങ്ങനെ ഒരു ഫർണിഷ് ചെയ്യുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് 2 മാസം എന്തോ ആയെന്ന് തോന്നുന്നല്ലേ. എന്തായാലും അവിടെയും പോയിട്ടില്ല, അവിടെ പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫസ്റ്റ് പോകാമെന്ന് കരുതിയത് നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഒക്കെ ഇല്ലേ, ഞാൻ ആ ഭാഗത്തോട്ട് അധികം പോയിട്ടില്ല കേട്ടോ. അങ്ങോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ ആശ്രാമത്തെത്തിയപ്പം കല്ല് സോഡ കട, എല്ലാവരും അത് കള്ള് സോഡ എന്നാണ് വായിക്കുന്നത്. നോട്ട് കള്ള് സോഡ, ഇറ്റ് ഈസ് കല്ല് സോഡ. കല്ല് കേട്ടോ. അവിടെ ചെന്ന് കള്ള് സോഡ ഇനി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവിടെ കല്ല് സോഡയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചേട്ടന്മാർ അടിപൊളിയായിട്ട് കല്ല് സോഡയൊക്കെ ഒഴിക്കുന്നുണ്ട്. ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കുടിച്ച് ചൂടിനൊരു ശമനമൊക്കെ വരുത്തിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവരത് ഒഴിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കണ്ടോ നാരങ്ങ പിഴിയുന്നു. ഒരേ കണക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒരേ കണക്ക് സോഡയൊക്കെ ഒഴിച്ച് ഒരു സൈഡിൽ എന്താണ് മുന്തിരി സോഡയുടെ സാധനമൊക്കെ വെച്ച് അങ്ങനെ എല്ലാം നല്ല കളർഫുള്ളായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. ഒരു ആർട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗെയ്സ്, ആർട്ടാണ്. അപ്പം എല്ലാവരും ആശ്രമത്ത് പോകുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കുടിക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ വാങ്ങിക്കുടിച്ചാൽ മതി, പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാ കടയിൽ കിട്ടുന്നതിൻ്റെ ടേസ്റ്റ് കണക്ക് തന്നെ എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ആഡംബരമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. ഇത് മൊത്തം നമുക്കല്ല കേട്ടോ. നമ്മൾ ഒരു കല്ല് സോഡയും അതുപോലെ ഒരു മുന്തിരി സോഡയാണ് പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് മുന്തിരി സോഡ വീട്ടിൽ പരീക്ഷണം നടത്തി. അപ്പോൾ എനിക്ക് കടയിൽ നിന്ന് ഒന്നുകൂടെ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ അതാ പറഞ്ഞേ. ഷാമണ്ണന് ഒരു കല്ല് സോഡയും ഞാനും ഏട്ടനോട് ഒരു മുന്തിരി സോഡയാണ് കുടിച്ചത്. എനിക്ക് വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണേ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് 2 പേർ കൂടി. അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മുടെ ഇതിലെ ആശ്രമത്ത് അക്വേറിയത്തിൻ്റെ ഷോ നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അവധിയുള്ള ദിവസമായതുകൊണ്ട് നിറച്ച് വണ്ടിയൊക്കെ ആയിട്ട് കണ്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ
തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലോട്ട് പോയി. നമ്മളന്ന് മീൻ മേടിക്കാൻ പോയ സ്ഥലം വാടി നടുക്കിട്ട്. അങ്ങനെ നാണ്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ലൈറ്റ് ഹൗസിലോട്ടുള്ള എൻട്രി ആണോ എന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ എവിടെയോ ഒരു ടിക്കറ്റ് എടുത്തു, എന്നിട്ടൊരു നീണ്ട സ്ഥലം കണ്ടു, അങ്ങോട്ട് നേരെ അങ്ങ് നടക്കാമെന്ന് കരുതി. അതിൽ തന്നെ മിക്കി മൗസ് കയറ്റണേ. എന്താ ഞാൻ കൊച്ചല്ലേ, ഞാൻ കയറിയാത് പൊളിഞ്ഞു വീഴും. നമുക്കെന്താ ഇവിടെ സൺസെറ്റ് കണ്ടിട്ട് വാ. അത്രയ്ക്കൊന്നും ഇല്ല. അപ്പോൾ ബുദ്ധിജീവികളായ അവർ അവിടുത്തെ ശുചിത്വത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൂരെയുള്ള ഫിഷിംഗ് ബോട്ടുകൾ സൂം ചെയ്യുകയായിരുന്നു. അവരൊരുമിച്ചല്ലേ കൈപൊക്കിയേ, ഒന്നുകൂടെ നോക്കിയേ. ഷോ എന്നാ ഒട്ടുർമി എന്നമ്പനെ പോലെ യാറുമില്ലേ. അപ്പം അതാ നീണ്ടു കിടക്കുന്ന വഴിയിൽ ഞങ്ങൾ അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്ത് ഭാവങ്ങൾ മിന്നി മറിയുന്ന കണ്ടോ? എൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അങ്ങനെ അവിടെ തേരാപ്പാര നടക്കുന്നതിനിടയ്ക്ക് ഞാൻ ഷാമണ്ണൻ്റെ തൊപ്പിയൊക്കെ മേടിച്ച് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ട് ഏട്ടൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഇപ്പം ശരിയാക്കി തരാം. അങ്ങനെ ശല്യപ്പെടുത്തിയാലും എനിക്ക് ഏട്ടൻ്റെ കൂടെയുള്ള കുറേ ഫോട്ടോസൊക്കെ കിട്ടി. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. കണ്ടോളിൻ. അങ്ങനെ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്നാ കല്ലിൻ്റെ മേളിൽ വലിഞ്ഞു കയറാന്ന്. അപ്പോൾ ഇടത്തേക്കാലൊരു ശുഭമല്ലല്ലോ, എങ്കിൽ വലത്തേക്കാല് വെച്ച് തുടങ്ങാമെന്ന് കരുതി കളരി പരമ്പര ദൈവങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് ഇടത്തേക്കാല് തന്നെ വെച്ച് ഞാനങ്ങ് കയറി. ഇപ്പം അവിടെ കയറിക്കഴിഞ്ഞ് പിന്നെ ഏത് കല്ലിൽ കയറണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് സത്യം പറയാമല്ലോ, എനിക്കൊരു കല്ലിലോട്ടും കാലെടുത്ത് വെക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മൾ തറയിൽ നിന്ന് നോക്കുന്ന കല്ല, പേടിയുള്ളവർക്ക് അമ്പലം പേടി വരും. മുമ്പിൽ കടലും കല്ലും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദാ പോണൊരുത്തൻ. സത്യം പറഞ്ഞ ശ്യാമണന്റെ പോക്ക് കണ്ടപ്പം എനിക്ക് ബാഹുബലിയിലും മറ്റേ പാട്ട ഓർമ്മ വന്നേ. തടസ്സങ്ങൾ തകർത്തു. അങ്ങനെ അവരുടെ കൂടെ ഞാനെന്താണ്ട് അതിൻ്റെ മേളിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ക്രെഡിറ്റ് ഗോസ് ടു മൈ ഹസ്ബൻഡ് ആൻഡ് ഷാംബ്രോ. അങ്ങനെ ഷാമണ്ണൻ എന്താണ്ട് കുറച്ച് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. അന്ന് ഞാനത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും, കണ്ടോളിൻ. അപ്പം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിലോട്ട് വന്നപ്പം ഏട്ടൻ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കുറേ പേര് പരിചയപ്പെടുത്തിയതിൽ ഏട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് എനിക്ക് തോന്നി കുറച്ച് പേരിൽ ഒരാളാണ് ശ്യാമണ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരം വരുന്നോ എന്നൊരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ശ്യാമണ്ണനോട് ചോദിക്കും. നമ്മൾ മൂവിക്ക് പോകുമ്പോഴായാലും എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴായാലും എല്ലാം ഞാൻ ശ്യാമണ്ണനോട്, ഞാനും ഏട്ടനും ചോദിക്കാറുണ്ട്, എടാ വരുന്നോ, അണ്ണാ വരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്യാമണ്ണ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരും. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് പേര് അവിടെ ഞണ്ടിനെ കണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് കാണിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് അങ്ങറ്റം വരെ പോയില്ല കേട്ടോ. അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. നടന്ന് അങ്ങ് അറ്റം എത്തിയിട്ട് പിന്നെ തിരിച്ചെന്നെ എടുത്തുകൊണ്ട് പോരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ബാക്ക് അടിച്ചിങ്ങി പോരുന്നു. അങ്ങനെ തിരിച്ച് വന്ന് ഞാനില്ല മിക്കി മൗസിൽ കയറണമെന്ന് പറഞ്ഞ് എൻ്റെ സൈഡിൽ വന്ന് കുറേ നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരുന്നു. പിള്ളേരുടെ ഒരു ഭാഗ്യം, അതിനകത്തൊക്കെ കയറാം. നമ്മൾ മുതിർന്ന് വളർന്ന് പന്തരിച്ച് കഴിഞ്ഞുകൊണ്ട് അവരതൊന്നും കയറ്റത്തില്ലെന്ന് തോന്നി. അതുകൊണ്ട് താഴെ ഇരുന്ന് എന്നെ പോലെ കുറേ ആൾക്കാർ വെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ കണക്ക് നോക്കിക്കൊണ്ടിരുന്നു. പിള്ളേർ ഭാഗ്യവാന്മാർ. പക്ഷേ ഇനി ഒരു കാര്യം പറയട്ടെ,
നമ്മൾ തങ്കശ്ശേരി ബീച്ചിൽ വന്ന എന്തിനായിരുന്നു? ലൈറ്റ് ഹൗസിൽ കയറാനല്ലേ. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കണ്ടോ തേനീച്ചക്കൂട് പോലെ ആൾക്കാരിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളതങ്ങ് ക്യാൻസൽ ചെയ്തു കേട്ടോ. നമ്മളതിൻ്റെ മേളിലോട്ട് പോയില്ല. കാരണം മേളിൽ കയറിയാൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ചമ്മലായിരിക്കും, എനിക്ക് നാണം വരും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേളിലോട്ട് പോയില്ല. അപ്പോഴാണ് ഏട്ടൻ കണ്ടത് കുറച്ച് പേര് അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നു. ഏട്ടന് കുറേ നാളായിട്ട് ചൂണ്ട മേടിക്കണം എന്ന് പറയുന്നുണ്ട്. ഏട്ടൻ മേടിച്ചാലും 2 ദിവസം ചൂണ്ടയിടും. അതുകൊണ്ട് പിന്നെ ഇടത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മേടിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും കുത്തിപ്പൊക്കൊണ്ട് വരും ചൂണ്ട വേണമെന്നും പറഞ്ഞ്. അപ്പോൾ മിക്കവാറും മേടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് ചാനലൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചൂണ്ട ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരിട്ട് ഈ സംഭവം കാണുന്ന ആദ്യമായിട്ടായിരുന്നു. അവർ ദൂരോട്ട് വലിച്ചെറിയുന്നുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് അത് പോകുന്നുണ്ടായിരുന്നു. പിന്നെ മീനൊന്നും കിട്ടുന്ന കണ്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളവിടെ ശാന്തമായിട്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ശ്യാമണ്ണൻ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഞണ്ടിനെ കണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ഞണ്ടിനെ കണ്ടില്ല, അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞണ്ടുണ്ടെന്ന് പറഞ്ഞ് അതിനെ പിടിക്കാനായിട്ട് പോകുന്നതാണ് നിങ്ങൾ ഈ കണ്ടത്. തെന്നി അടിച്ചെങ്ങാണം വീണായിരുന്നെങ്കിൽ എൻ്റെ പൊന്നടാവേ. ഇനി കുറച്ച് നേരോടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കടലിൽ നീരാളിയെ കണ്ടെന്ന് പറഞ്ഞ് പിടിക്കാനായിട്ട് ഇറങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. ഇവിടെ നിന്ന് നേരെ നമുക്കിനി ഡ്രസ്സ് എടുക്കാനാണ് പോകേണ്ടത്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാട്. കാരണം അന്ന് ക്രിക്കറ്റിനുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് വഴുതികളെ രണ്ടുകൂടി ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വിക്കറ്റ് ഉണ്ടോ, സെഞ്ചുറി ഉണ്ടോ, റൺസ് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ആമ്പിളെല്ലാം ഇങ്ങനെയാണോ ഗൈസ്? എന്തുവായാലും നമ്മൾ ഇതാണ്ട് അവിടുന്ന് ടാറ്റ പറഞ്ഞിറങ്ങുകയാണ്. എൻ്റെ നോട്ടം ഐസ്ക്രീം കടയിലായിരുന്നു. പക്ഷേ ഞാൻ അവിടുന്ന് വാങ്ങിയില്ല. കാരണം ഇനി രാത്രി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. അപ്പം നമ്മളിപ്പോൾ കഴിച്ചാൽ എങ്ങനെയാ? എൻ്റെ വയറ് ഫില്ലാവും, പെട്ടെന്ന് ഫില്ലാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു സമയം കഴിക്കുമ്പോൾ അറിഞ്ഞങ്ങ് കഴിക്കും ഞാൻ. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ RP മോളിലെ ട്രെൻഡ്സിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ട്രെൻഡ്സിലോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ കണ്ണുകൾ ഉടക്കിയത് ആ സ്കൂട്ടിയിലെ പെൺകുട്ടിയിലായിരുന്നു. അയ്യോ, ആ ഹെൽമെറ്റ് വെച്ച പെൺകുട്ടിയല്ല, അതിൻ്റെ മടിയിലിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടില്ലേ, ആ കുട്ടിയിലായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തക്കുടു വാവയായിരുന്നു. പക്ഷേ അവരെ നമ്മൾ ചേസ് ചെയ്യാൻ നിന്നില്ല. വാവയൊക്കെ ആയിട്ട് പോവല്ലേ. അതുകൊണ്ട് നമ്മൾ ദാണ്ട് നൈസിന് നമ്മുടെ സ്ഥലം എത്തിയപ്പം നമ്മൾ ലെഫ്റ്റ് ടേണൊക്കെ തിരിഞ്ഞ് നമ്മൾ ദാണ്ട് RP മോളിലോട്ട് കയറുകയാണ്. ഇനിയുള്ള വിശേഷങ്ങൾ ഒന്നും ഇതിലില്ല കേട്ടോ. അത് അടുത്ത വീഡിയോ. കാരണം ഇപ്പം തന്നെ 13 മിനിറ്റ് വീഡിയോ ആയി. അപ്പം നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ മൊത്തം ഒരുമിച്ചിരുന്ന് കാണുമ്പം? അതുകൊണ്ട് വെയിറ്റ് ചെയ്യ്, ഞാൻ ഈ ആഴ്ച തന്നെ അത് ഇടും കേട്ടോ. അപ്പം നമ്മൾ ദാണ്ട് RP മോളിൽ എത്തിയിട്ടുണ്ട്. ഇരുട്ടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിരി വെളിച്ചമുണ്ട്. എന്തായാലും ഉറപ്പാണ് ഇതിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ മൊത്തം ഇരുട്ടായിരിക്കും. അപ്പം നമുക്ക് നേരെ ഇനി പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ കാണുന്ന എൻ്റെ Instagram ID അവിടെ ഫോളോ ചെയ്യണം. ഷോർട്സൊക്കെ അവിടെ ഇടും. അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം കേട്ടോ. വെയിറ്റ് ചെയ്യണേ. അൺസബ്സ്ക്രൈബ് ചെയ്തൊന്ന് പോയേക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.